കോഴിക്കോടുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് ഒരു ചെറിയ പയ്യൻ, അങ്ങനെ വലിയ പ്രായമുള്ള പയ്യനൊന്നുമല്ല, അയാള് എൻ്റെ കുടുംബം അന്വേഷിക്കുക. ആ. അപ്പം അയാളെ ഞാൻ ഈ പുസ്തകത്തിൽ കോഴിക്കോടാണ് അച്ഛൻ്റെ തറവാട് എന്നൊക്കെ പറഞ്ഞത് വെച്ച് അയാൾ ഇത് തപ്പി 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 നിങ്ങളുടെ അച്ഛൻ്റെ ബന്ധുവിനെ ഞാൻ കണ്ടുപിടിച്ചു. ശരി. എനിക്ക് ഞാൻ അച്ഛനെ കണ്ട ഒരു ഓർമ്മ എനിക്ക് വളരെ വളരെ എന്താ പറയുക, ഔട്ട് ഓഫ് ഫോക്കസ് ഒന്നും പോലും അല്ല, അതിലും താഴെയുള്ള. അപ്പം എനിക്ക് ഈ പയ്യനോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. ആണോ ആണോ ആരെയാ കണ്ടത്? അപ്പം 85 വയസ്സുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തായിരിക്കും ചേച്ചിയുടെ അച്ഛനെ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ മനുഷ്യൻ, അച്ഛൻ്റെ റിലേറ്റീവ് എന്ന് പറയുന്ന മനുഷ്യൻ, ഇപ്പോഴുള്ള എൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റുകളും എൻ്റെ ഈ ചാനൽ ഡിബേറ്റുകളും, ഇതിപ്പോൾ ഈ ഒരാഴ്ചയ്ക്ക് മുമ്പ് നടന്നൊരു കാര്യമാണ്. അപ്പം ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പം അദ്ദേഹം ആ പയ്യനോട് പറയുന്നത് അവർ ഇങ്ങനെ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ അമ്മയുടെ സ്വഭാവമാണെന്ന്. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയായിരുന്നോ? അവര് അന്ന് തന്നെ നന്നായിട്ട് തർക്കിക്കും, പോരാടും. അവര് ഭയങ്കര ഹസ്ബൻഡിനോട് എത്രമാത്രം ഭക്തിയും എത്രമാത്രം സ്നേഹമുണ്ടോ അതേപോലെ സ്വന്തം അവകാശങ്ങൾ നിലനിർത്താനായിട്ട് ഭയങ്കരമായിട്ട് അന്ന് ഞങ്ങൾ അവരെ തൻ്റെടി എന്നും അഹങ്കാരി എന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ അവരെ വിമർശിച്ചിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലാവുന്ന, ഭാഗ്യലക്ഷ്മി മനസ്സിലാവുമ്പോഴാണ് ഇതായിരുന്നോ ഇവരുടെ അമ്മയും പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറയുന്നു.